അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. എന്തല്ല ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ സഹോദരൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ. ഇതറിയണമെങ്കിൽ നമ്മളൊന്ന് കുടുംബത്തിനെ നോക്കി നമ്മളടുത്തൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവല്ലേ. പക്ഷേ ഈ സഹോദരനോട് പറയാനുള്ളത്, കുടുംബത്തെ നോക്കിയിട്ട് ആരും പരാജയപ്പെട്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഇപ്പം കുറച്ച് പരാജയപ്പെടും, പക്ഷെ പിന്നീട് അത് ഉപകാരപ്പെടും കേട്ടോ. ഇപ്പം എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അടിച്ചു പൊളിച്ച് നടക്കണം അല്ലേ, അതാണ്. അപ്പോൾ കടങ്ങളും പ്രാപ്തി ഇതൊക്കെ ആയി വരുമ്പോഴും നമ്മൾ ഈ സഹായിച്ചവരോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തവരൊന്നും ചിലപ്പോൾ നമ്മൾ ഓർക്കണം എന്നില്ല. പക്ഷെ ഞാനൊരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ചിന്തിക്കുന്നത്, മാഷാ അല്ലാ, ഞാനൊക്കെ ചിന്തിച്ചുകൊണ്ടുണ്ടായ എന്താണെന്നറിയാം, നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ടൈമായിരുന്നു. ആ സമയത്ത് നമ്മളെ ഉമ്മയൊക്കെ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൽ എന്താണെന്നും നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ഞാനൊക്കെ പറയുന്നത്, കുടുംബത്തിനെ നോക്കി ഒരിക്കലും പരാജയപ്പെടില്ല. കാരണം നമ്മളെ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും നാളെ അള്ളാൻ്റെ വക്കലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കുടുംബത്തിനെ നോക്കിയെന്ന് വെച്ചിട്ട് ആരും പരാജയപ്പെടില്ല. പക്ഷെ എന്താ, കുടുംബക്കാരുടെ ഇടയിൽ നമ്മൾ കൊടുത്തുകൊണ്ടുണ്ടായതും വാങ്ങിക്കൊണ്ടുണ്ടായ ഞങ്ങളൊക്കെ പരാജയപ്പെടുമ്പോഴും ചിലപ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കുമ്പോഴും അവർ മനസ്സിലാക്കും, ഓൻ ആദ്യമൊക്കെ തന്നിട്ടുണ്ടായി, ഇപ്പോൾ നമുക്കൊന്നും സഹായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ കുടുംബക്കാരൊക്കെ അറിയണം, ആദ്യം എന്ന് പറഞ്ഞാൽ ബാധ്യത കുറവായിരിക്കും കേട്ടോ. പിന്നീട് ബാധ്യത കൂടിക്കൂടി വരുമ്പോൾ എന്നും സഹായിക്കാൻ കഴിയില്ല. പക്ഷെ കഴിഞ്ഞതൊന്നും മറക്കാനും പാടില്ല കുടുംബക്കാർ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ ആയില്ലേ, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മരണം വരെ സന്തോഷമായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ദുആയിൽ ഈ പാവപ്പെട്ട എന്നെ ഉൾപ്പെടുത്തണം കേട്ടോ, മറക്കല്ലേ. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്.